യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംഘടിക്കുകയാണ്. വീണ്ടും ഒരു സംഘർഷാവസ്ഥയ്ക്കുള്ള സാധ്യതയാണ് തിരുവനന്തപുരത്ത് DGP ഓഫീസ് മാർച്ചിനിടെ ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെതിരെ ചെറിയ തോതിൽ കല്ലേറ് നടത്തിയിരുന്നു. തുടർന്ന് ജലപീരങ്കി പ്രയോഗം നടത്തിയിരുന്നു. ജലപീരങ്കി അത് നീണ്ട് സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരെ എത്തി. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ജലപീരങ്കി പ്രയോഗത്തിൽ ജലപീരങ്കി അവരുടെ മേലേക്ക് പോലും എത്തി. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കണ്ണീർ വാതക പ്രയോഗം അതും സ്വാഭാവികമായും നേതാക്കളെ ഒക്കെ തന്നെയും ബാധിച്ചു. ഇപ്പോൾ സ്റ്റേജിൽ ആരുമില്ല. സ്റ്റേജിൽ നിന്ന് എല്ലാവരും മടങ്ങിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംഘടിക്കുകയാണ്. വീണ്ടും സംഘർഷാവസ്ഥയ്ക്കുള്ള സാധ്യതയുണ്ട്. സുനീഷ് അയലൂർ നമ്മോടൊപ്പം ഉണ്ട്. സുനീഷ് എന്താണ് അവിടെ കണ്ടത്? നികേഷ്, അസമാനമായ സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഈ DGP ഓഫീസിന്റെ പരിസരത്തുള്ളത്. കെ സുധാകരൻ പ്രസംഗിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ആദ്യം ജലപീരങ്കി പ്രയോഗിക്കുന്നു. പിന്നാലെ തന്നെ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തകർത്ത് അകത്തേക്ക് കടക്കാനുള്ള ശ്രമം തുടരുന്നു. പക്ഷേ പിന്നീട് കണ്ടത് അതിഭീകരമായ രീതിയിൽ ഈ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതും അതേസമയം തന്നെ ജലപീരങ്കി പ്രയോഗിക്കുന്നതുമാണ്. അതേസമയം തന്നെ പ്രവർത്തകർ വ്യാപകമായ കല്ലേറും ഈ കൊടിയും ഈ കല്ലും സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നാലെ തന്നെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ടിയർ ഗ്യാസ് പ്രയോഗവും ഒരുപക്ഷെ 6-10 കൂടുതൽ തവണ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പല പ്രവർത്തകർക്കും ഈ സിസ്റ്റം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അല്പസമയം മുമ്പ് വരെ ഉള്ള സ്ഥിതിയിലേക്ക് പോലീസ് കോൺഗ്രസ് പ്രവർത്തകരും സംഘടിച്ചിരിക്കുകയാണ് ബാരിക്കേഡിന് അടുത്തേക്ക്. നേരത്തെ ജലപീരങ്കി പ്രയോഗവും ഒപ്പം തന്നെ കണ്ണീർ വാതക പ്രയോഗവും ഉണ്ടായി. ഇതേ തുടർന്ന് സ്റ്റേജിലുണ്ടായിരുന്ന നേതാക്കൾ അവിടെ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. കെ സുധാകരൻ അദ്ദേഹം വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിൻ്റെ അവസാനത്തെ പൊതുപരിപാടിയായിരുന്നു. പോകുന്നതിനിടെയുള്ള അവസാനത്തെ പൊതുപരിപാടിയിൽ തന്നെ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്ന വിധത്തിൽ കണ്ണീർ വാതക പ്രയോഗം ഉണ്ടായി. ഏതായാലും കോൺഗ്രസ്സുകാരെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ ഉപയോഗിച്ചതുപോലുള്ള ജലപീരങ്കിയല്ല. ഈ ജലപീരങ്കിക്ക് മീറ്ററുകൾ ദൂരത്തേക്ക് സഞ്ചരിക്കാനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് നേരത്തെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളുടെ പുനരാവർത്തനമാണ്. അവയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കെ സുധാകരന് ജലപീരങ്കിയിൽ അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ നനഞ്ഞിരിക്കുന്നു. 1, 2 അദ്ദേഹത്തിന് കണ്ണീർ വാതക പ്രയോഗത്തിൽ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. ലഭ്യമായ ഒരു കാറിൽ, അത് കെ സുധാകരൻ്റെ കാറല്ല, ലഭ്യമായ ഒരു കാറിൽ കെ സുധാകരനെ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ്. അത് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ കാറാണ്. ആ കാറിൽ പിന്നിൽ കയറാൻ കഴിയാതെ അദ്ദേഹത്തിനെ മുന്നിലേക്ക് മാറ്റിയിരുത്തുകയാണ്. ഏതായാലും കെ സുധാകരൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകാനിരിക്കുകയായിരുന്നു. അതിന് പോകുന്നതിന് മുമ്പുള്ള അവസാനത്തെ പൊതുപരിപാടിയായിരുന്നു ഇത്. കെ സുധാകരൻ നേരത്തെ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ കുറച്ചു നേരം മാത്രമാണ് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് വി.ഡി. സതീശൻ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ഇതാണ്. അതായത് വി.ഡി. സതീശൻ സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ജലപീരങ്കി സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ തന്നെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് വി.ഡി. സതീശൻ. അതേസമയം സ്റ്റേജിലിരിക്കുന്ന മറ്റു നേതാക്കൾക്കൊന്നും പ്രസംഗിക്കാനുള്ള ഈ ഘട്ടത്തിൽ മാർച്ച് അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ പൊതുപരിപാടി അവസാനിപ്പിക്കുന്നു. നേതാക്കൾ അവിടെ നിന്ന് പിൻവാങ്ങുന്നു. പ്രവർത്തകർ ഇപ്പോഴും നേതാക്കൾക്ക് നേരെ ജലപീരങ്കി അതുപോലെ കണ്ണീർ വാതക പ്രയോഗം ഉണ്ടായതിൽ പ്രതിഷേധിച്ച് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് മുമ്പിൽ പ്രതിഷേധിക്കുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്, പോലീസുമായി കയർക്കുകയാണ്. ഏതായാലും വലിയ തോതിലുള്ള അക്രമ സംഭവം ഉണ്ടായതായി കാണുന്നില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ഇപ്പോഴും അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. ഏതായാലും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഇന്ന് തന്നെയാണ് KPC പ്രസിഡന്റിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് ഇതിനകം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്.
ഇതിനെ KPC പ്രസിഡന്റിനെ ആക്രമിച്ചു പോലീസ് എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസ് വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് യൂത്ത് കോൺഗ്രസും അവിടെ കൂടിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഏതായാലും ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഇന്ന് നവകേരള സദസ്സിൻ്റെ സമാപനമാണ്. വൈകുന്നേരം വട്ടിയൂർക്കാവിലാണ് നവകേരള സദസ്സ്. 3 നിയമസഭാ മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് വട്ടിയൂർക്കാവിൽ ഒരുമിച്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പരിപാടി വൈകുന്നേരമാണ് നടക്കേണ്ടത്. അതിനിടയിലാണ് ഇന്ന് രാവിലെ DGP ഓഫീസിലേക്ക് KPC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന പ്രതിഷേധ മാർച്ച് ഉണ്ടായിട്ടുള്ളത്. ആ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജലപീരങ്കി പ്രയോഗത്തിലും കണ്ണീർവാതക പ്രയോഗത്തിലും അലങ്കോലമായിരിക്കുന്നത്. അതിനുശേഷം KPC പ്രസിഡന്റിനെ പോലീസ് ആക്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. ബാരിക്കേഡിന് മുന്നിൽ അവരെ കുത്തിയിരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പ്രതിഷേധ പരിപാടികൾ തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം.